ഹായ്, ഇന്നിപ്പോൾ നമ്മുടെ അരണമല ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മളൊരു 6 മണി ആകുമ്പോഴേക്കും 5:30 എണീറ്റു. 6 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിലാണ്. അതായത് ഇന്ന് അരണമലയിലൊരു സൺറൈസ് വ്യൂ കാണുക എന്നുള്ള, സൂര്യോദയത്തിന്റെ ഒരു കാഴ്ച കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം കാണാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. അവിടെ കാണുന്ന ആദ്യത്തെ യാത്ര. അതിനുശേഷം നമ്മൾ അരണമല ഭാഗത്തുള്ളൊരു മലയുടെ മുകളിലേക്ക്, ഒരു പീക്കിലേക്ക്, സൺറൈസ് വ്യൂ പോയിന്റ് പീക്കിലേക്ക് നമ്മളൊരു ട്രക്കിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉദ്ദേശിക്കുന്നത് അരണമലയിലേക്ക് തന്നെ, ഈ ഭാഗത്ത് ഉള്ള അരണമല എന്ന് പറഞ്ഞാൽ ആ മലയുടെ മുകളിലേക്ക് തന്നെ ഒരു ട്രക്കിംഗ് ഹൈക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചില വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില അനുമതിന്റെ ഒരു പ്രശ്നം കൊണ്ട് അങ്ങോട്ടുള്ള ട്രക്കിങ് അനുമതി അല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഓർഗനൈസർ നമുക്ക് വേറൊരു ട്രക്കിംഗ് പോയിന്റ് ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൺറൈസ് വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ട്രക്ക് ചെയ്യും. അതിനുശേഷം ആ സൺറൈസ് വ്യൂ പോയിന്റിന്റെ മുകളിൽ നമ്മൾ ട്രക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങും. അതാണ് ഇന്നത്തെ ഒരു പരിപാടി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു രാവിലെ 6 മണിയായപ്പോഴേക്കും നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൺറൈസ് വ്യൂ പോയിന്റിലേക്ക്. അപ്പൊ ഞങ്ങളെല്ലാവരും രാവിലത്തെ ഒരു നടത്തത്തിന്റെ ക്ഷീണമാണ്. രാത്രിയാണെങ്കിൽ കിടന്നിറങ്ങാൻ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ രാവിലെ എണീക്കാനും കുറച്ച് ക്ഷീണമായി. എന്തായാലും നടത്തുന്നത് തന്നെയാണ്. ഏതാണ്ട് നേരൊക്കെ വെളുത്തു തുടങ്ങി. പക്ഷെ സൂര്യോദയം ഇങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതിനനുസരിച്ച് കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൂര്യോദയം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് നിൽക്കാമെന്നാണ് നമ്മുടെ ഗൈഡിന്റെ തീരുമാനം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അയാളുടെ കൂടെ അങ്ങനെ പോവാണ്. ഏതാണ്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തി. ദൂരെ നമ്മൾ ആ ഒരു എന്താ പറയാ, ചക്രവാളത്തിൽ കാണുന്ന ആ ഒരു ഭാഗത്താണ് സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൂപ്പര് ഉദിച്ചുകൊണ്ട് വരാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. അപ്പൊ നമ്മളെ സൂര്യൻ ചേട്ടൻ പതുക്കെ ഇങ്ങനെ എണീറ്റ് വരാനുള്ള ഒരു തുടക്കമൊക്കെ കാണുന്നുണ്ട്. പറഞ്ഞ പോലെ കിഴക്ക് ഭാഗത്താ കാണുന്ന ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ സൂര്യോദയം കാണുക. അപ്പോൾ നമ്മള് കാത്തുന്ന പോലെ, പ്രതീക്ഷിച്ച പോലെ നമ്മുടെ സൺറൈസിന്റെ വ്യൂ ചെറിയൊരു പൊട്ടായിട്ട് അവിടെ അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. അതങ്ങനെ ഓരോ സെക്കൻഡുകൾ, ഓരോ മിനിറ്റുകൾ കഴിയുമ്പോൾ അതിന്റെ പ്രകാശം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് സൺറൈസ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സൂര്യോദയം കാണാൻ പറ്റും. ആ ഒരു കാഴ്ച ഈ മലന്റെ മുകളിൽ അനുഭവിക്കുക കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. ഈ സൺറൈസ് വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ പുറകിലായിട്ടുള്ളൊരു മലയുണ്ട്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ട്രക്കിങ്ങും ഹൈക്കിങ്ങും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ഈ അരണമല പ്രദേശത്തെ ഒരു കാഴ്ചകളാണത്. മുഴുവൻ വനങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഫോറസ്റ്റിന്റെ നടുവിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇടതുവശത്തായിട്ടുള്ളതാണ് നമ്മുടെ 900 കണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 900 കണ്ടി
ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ദൂരെ കാണുന്നതാണ് അരണമല. ഒരു അരണന്റെ ഒരു തല പോലെയൊക്കെയുള്ള ഒരു ഭാഗം കാണണം. ആ ഭാഗത്താണ് ശരിക്കും നമ്മൾ ട്രക്കിങ്ങിന് പോകേണ്ടിയിരുന്നത്. എന്തായാലും ഇന്ന് ആ ട്രക്കിംഗ് ഒഴിവാക്കി അവരൊന്ന് പുതിയ ഒരു അധികം ആരും കയറിയിട്ടില്ലാത്തൊരു മലയാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഉള്ള വഴികളൊന്നും ശരിക്കുള്ളൊരു വഴികളല്ല. നമ്മൾ വഴി കണ്ടുപിടിച്ച് ചവിട്ടടി വെച്ച് കയറണം, ശ്രദ്ധിക്കണം. നല്ല പുല്ലൊക്കെ നമ്മൾ ഒരാളുടെ ഹൈറ്റിനോളം വളർന്നുള്ള പുല്ലിന്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു ചവിട്ട് വഴി ഉള്ളത്. ഇതിന് ശരിയായ വഴി നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും മലന്റെ മുകളിലേക്ക് കയറാനുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ കയറുകയാണ്. അപ്പോൾ വെയിൽ ഏതാണ്ട് നല്ലോണം പിന്നെ സൂര്യനൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്യാവശ്യം വെളിച്ചമൊക്കെ ആയി. നമ്മളെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ കയറി വരികയാണ്. ഞാൻ കുറച്ച് മുന്നിൽ കയറി പിന്നെ ഒരു സൂര്യോദയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറയാണ് നമ്മളെ സുഹൃത്തുക്കളോട്. അപ്പോൾ അതിൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്താണ്. എന്നാലും നല്ലൊരു വൈബാണ് ഇവിടെ നിന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ള മലയുടെ കാടിൻ്റെ ഒക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു രസമുണ്ട്. രാവിലെ തന്നെ സൂര്യോദയമൊക്കെ കണ്ടു നിൽക്കുമ്പോൾ അതിനൊരു ഭംഗി അത് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഞങ്ങള് നാലാള് ഏതാണ്ട് ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് മലയില്. ഞങ്ങളിപ്പോ കയറിയിട്ടുള്ള മല എന്ന് പറഞ്ഞാൽ ഈ അരണമല എന്ന് പറയുന്ന ആ മലയുടെ ഈ പ്രദേശത്തിന് പേര് കിട്ടാൻ കാരണം ഈ ഒരു മലയാണ്. അപ്പോൾ ആ മലന്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇപ്പൊ ഇവിടുന്ന് തന്നെ അരണമല ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാം. മലന്റെ മുകളിൽ ഒരു പാറ അരണ ഒക്കെ ഉണ്ടല്ലോ, അരണന്റെ ഒരു തല പോലെ ഒരു ഷേപ്പ് കൊണ്ടാണ് ഈ അരണമല എന്നുള്ള പേര് വന്നതാണെന്ന് തോന്നുന്നത്. ഇതിൽ ആ മലന്റെ ഓപ്പോസിറ്റുള്ള മലയിലാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കടംകുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടി കയറാനുണ്ട്. ഞങ്ങൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറച്ച് കയറും, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെ നടത്തത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ നിന്നും നടന്നും ഇരുന്നൊക്കെ തന്നെയാണ് ഞങ്ങളെ മലകയറ്റം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കയറി വന്നപ്പോൾ പഴയ കാലത്ത് അല്ലെങ്കിൽ ഇതില് മുൻപ് ആളുകൾ നടന്നു പോയതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. തൊട്ടപ്പുറത്തൊരു റോഡും കാണുന്നുണ്ട്. അപ്പൊ നേരത്തെ ചിലപ്പോൾ ഈ മലയുടെ മറ്റു സൈഡിൽ കൂടെയൊക്കെ ആളുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ വാഹനങ്ങളൊക്കെ പോകാനുള്ളൊരു കുറച്ച് മുകളിൽ വരെ വാഹനങ്ങളൊക്കെ പോകാനുള്ള തരത്തിലുള്ള റോഡൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഈ മലന്റെ മുകളിൽ ആദ്യമായിട്ട് കയറുന്ന ആളൊന്നല്ല ഞങ്ങൾ എന്നുള്ളത് മനസ്സിലായി. ശരിക്കുള്ള വഴി അപ്പുറത്തെ സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഞങ്ങൾ താമസിച്ച ക്യാമ്പിന്റെ മുകളിലായിട്ട് വേറെ റിസോർട്ട് ഈ ഫോറസ്റ്റിനുള്ളിലാണ് നമ്മൾ കയറി പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ചിലപ്പോൾ ട്രക്കിങ്ങിനൊക്കെ വരുന്ന വഴിയായിരിക്കും. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ഈ മലന്റെ മുകളിൽ കയറാൻ പറ്റുക. കാരണം ഞങ്ങൾ വന്ന പോലെയല്ല വന്നത്, പിന്നെ ഒരു വഴിയില്ലാതെ ഞങ്ങൾ തെളിയിച്ച് വരുന്ന രീതിയായിരുന്നു. ഇപ്പോൾ ഈ മലന്റെ പീക്കിലേക്കുള്ള ഒരു വഴി തന്നെ ശരിക്കും നമുക്ക് നടന്നു കയറാനുള്ള വഴി തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിനായാലും നല്ല ഉയരത്തിലേക്ക് പോകുന്തോറും ക്ഷീണം കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ സാവകാശം റെസ്റ്റ് എടുത്ത് നടന്നു അങ്ങനെയൊക്കെ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു മലന്റെ മുകളിലേക്കാണ് എത്തേണ്ടത്. യാരണമല പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മല തന്നെയാണത്. നമ്മൾ പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ ശരിക്കും ഒരു പാറ കണ്ടു കഴിഞ്ഞാൽ, മലന്റെ മുകളിലേക്ക് നോക്കിയ പാറ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു അരണജീവിന്റെ ആ ആകൃതി തന്നെയുണ്ട്. അതുകൊണ്ടായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ മലക്കൊരു അരണമല എന്നുള്ള പേരും ഈ പ്രദേശത്തിന് അരണമല എന്നുള്ള പേര് കിട്ടിയതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അങ്ങനെ നമ്മളെ മുമ്പിൽ കാണുന്നതാണ് ഈ ഒരു മലന്റെ ടോപ്പ്. അപ്പൊ ആ ടോപ്പിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തി തുടങ്ങി. ഈ മലന്റെ പീക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വയനാട് മേപ്പാടി ഈ പറഞ്ഞ 900 കണ്ടി എന്നുള്ള ഈ ഭാഗത്തിന്റെ ചുറ്റുഭാഗത്തുള്ള നല്ലൊരു എന്താ പറയാ ഏരിയൽ വ്യൂ തന്നെ കിട്ടും. അപ്പൊ ഭംഗിയൊക്കെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഏതാണ്ട് നമ്മള് ചെമ്പ്ര പീക്ക്, നമ്മള് വയനാട് ജില്ല അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉയരമുള്ള മലകളിലൊന്നായിട്ടുള്ള ചെമ്പ്ര മല നമ്മൾ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തുള്ള ഒരു ട്രക്കിങ്ങിന്റെ 2ാമത്തെ ഘട്ടമാണ്. അതായത് അരുണമല, നമ്മള് അരുണമല ഭാഗത്തുള്ള ഈ ഒരു മലയിൽ കൂടി കയറി ട്രക്കിംഗ് ആയിട്ട് തന്നെ. എന്തായാലും നല്ലൊരു വൈബാണ് ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മേപ്പാടി, വയനാട്, ഈ ചൂരൽമല ഈ ഭാഗത്തുള്ള 900 കണ്ടി ഭാഗത്തൊക്കെയുള്ള മലകളുടെ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ അരുണമല ഭാഗത്തു നിന്നുള്ള 900 കണ്ടീന്റെ ഒരു വ്യൂ ആണിത്. നമ്മൾ കയറിയിട്ടുള്ള ഈ മലയുടെ മുകളിൽ നിന്ന് 900 കണ്ടി ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രം, വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കയറണമെന്ന് പ്ലാൻ ചെയ്ത അരുണമല എന്ന് പറയുന്ന ആ മലയുടെ ഇവിടുന്ന് ഈ നമ്മുടെ കയറിയ മലയുടെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യം കൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്ന മലന്റെ ഏറ്റവും പീക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മലമുകളിലുള്ള ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളുടെ വയനാടൻ മലനിരകളുടെ ഒരു കാഴ്ചയാണിത്. നമ്മൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഈ ഒരു മലകയറ്റത്തിന് ട്രക്കിങ്ങിന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മലന്റെ മുകളിൽ നിന്ന് നമ്മുടെ ചുറ്റും ഉള്ള വനമേഖലന്റെ അല്ലെങ്കിൽ മലകളുടെയും കാടിന്റെ ഒക്കെ ഒരു വ്യൂ ആണ്. ഇതിന് മുകളിലേക്ക് വരുന്തോറും വലിയ വലിയ മരങ്ങളൊന്നുമില്ല, കൂടുതലും ചെറിയ പുല്ലുകള്. ചെറിയ പുല്ല് എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് നമ്മളൊക്കെ ഹൈറ്റിലുള്ള പുല്ലുകളൊക്കെയാണ് നമ്മൾ വരുന്ന വഹിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് നമ്മുടെ മലന്റെ മുകളിലുള്ള ഒരു 360 വ്യൂ ആണ് ഞാൻ കേട്ടപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെക്കിങ് ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. ഹായ്, അപ്പോൾ നമ്മുടെ അരുണമല ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള സൺറൈസ് വാലി ട്രെക്കിങ്ങിൻ്റെ പീക്കിലാണ്. സൺറൈസ് വാലി ട്രെക്കിങ്ങിലായിരുന്നു. അപ്പോൾ സൺറൈസ് വാലിയിലെ ടോപ്പ് പീക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത്. ഇവിടെ നിങ്ങോട്ടുള്ള ട്രെക്കിങ്ങും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളും സൺറൈസിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നത് കരുതുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.